എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മൊട്ടപ്പനായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മാസ്റ്റർ റോഷിയോട് വിശദമായിട്ട് പറയും. ഇപ്പൊ ആവശ്യം ഗോക്കുവിനെ സേഫ് ആക്കി 10 ദിവസം ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നതാണ്. ആ റോബോട്ട്സ് അവര് വളരെയധികം അപകടകാരികളാണ്. സോ ഗോക്കു ബാക്ക് ടു നോർമൽ ആവുന്നത് വരെ അവനെ നമ്മൾ സംരക്ഷിക്കണം. അത് കേട്ട് മാസ്റ്റർ റോഷിയും അത് ശരിവെക്കും. ഇവിടെ ചീച്ചിയാണെങ്കിൽ ഗോക്കുവിന്റെ അടുത്തൊന്നും മാറില്ല. മറ്റൊരു ഭാഗത്ത് ഒൽമയാണെങ്കിൽ ഹായ് ആയിട്ട് പറയും, ഞാൻ ശരിക്കും ഒരു ജീനിയസ് തന്നെയാണല്ലേ. ഫ്യൂച്ചറിൽ ഞാൻ ഇത്തരത്തിൽ ഒരു ടൈം മെഷീൻ കണ്ടുപിടിച്ചുവെന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ബൊൽമയോട് പറയും, അതെ നിങ്ങൾ ശരിക്കും ജീനിയസ് ആണ്. നിങ്ങളുടെ മകനായി ജനിക്കാൻ സാധിച്ചതിൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഇതിവിടെ വെച്ചിട്ട് പോകുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഞാനതൊരു ക്യാപ്സ്യൂളാക്കി മാറ്റുകയാണെന്ന് പറഞ്ഞ് അവൻ അതൊരു ക്യാപ്സ്യൂളാക്കി മാറ്റും. പുതിയത് ഇപ്പൊ ഗോഹാനും ക്യാപ്സ്യൂളാക്കി മാറ്റും. ഗോഹാനാണെങ്കിൽ ആ ക്യാപ്സ്യൂള് ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യനെ ഏൽപ്പിച്ചതിന് ശേഷം അവനോട് പറയും, നമുക്ക് എല്ലാവർക്കും എത്രയും വേഗം മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് പോകണം. ബൊൽമയാണെങ്കിൽ മുട്ടത്തോടുകൾ കയ്യിലെടുക്കുകയാണ്. എനിക്കിതിൽ കാര്യമായിട്ട് ചില റിസർച്ച് ഒക്കെ നടത്താനുണ്ട്. ഇതിന്റെ സത്യം അത് ഞാൻ മനസ്സിലാക്കിയെടുക്കുമെന്ന് പറയും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ നമുക്ക് എത്രയും വേഗം മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് പോകണം. റോബോട്ടിന്റെ കയ്യിൽ നിന്നും ഗോക്കുവെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ അവനെ അവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളെല്ലാവരും അവിടേക്ക് പോവുകയാണെങ്കിൽ അവനെ പ്രൊട്ടക്ട് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൊൽമയാണെങ്കിൽ വെജീറ്റയെക്കുറിച്ച് ചോദിക്കും. അതിന് സൂപ്പർ ഹീറോ പയ്യൻ പറയും, അദ്ദേഹവും ആ റോബോട്ട്സുമായിട്ട് ഏറ്റുമുട്ടി മരണത്തിന്റെ വക്കിലെത്തിയതാണ്. പക്ഷേ സെൻസുബീൻ പയർ കഴിച്ച് ആള് ബാക്ക് ടു നോർമലായി എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചു പറഞ്ഞ് അവരുടെ പിന്നാലെ തന്നെ പോയി. പക്ഷെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അവരത് പറഞ്ഞു നിൽക്കുന്ന അതേസമയം ഗോഹാനാണെങ്കിൽ അവിടെ എന്തോ അൺയൂഷ്വലായിട്ട് ഫീൽ ചെയ്യും. അവനാണെങ്കിൽ അവിടെ ചുറ്റും ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു പ്രത്യേകതര രൂപം അവൻ കാണുക. അവനാണെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഹീറോ പയ്യനെയും ബൊൽമ അവിടേക്ക് വിളിക്കും. അവര് 3 പേരും അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. ബൊൽമ പേടിക്കുന്നത് കണ്ട് ഗോഹാൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വെറും ഒരു സ്കിന്നാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ രൂപം എവിടേക്കോ പോയിരിക്കുകയാണ്. അതിന് സൂപ്പർ ഹീറോ പയ്യൻ പറയും, എന്റെ ഗസ് ശരിയാണെങ്കിൽ ആ മുട്ടയിൽ നിന്ന് പുറത്തു വന്നത് അത് ഈ ജീവിയായിരിക്കും. സൂപ്പർ ഹീറോ മാനാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നോക്കും. ആരോ ഒരാള് ആ പേടകത്തില് ഈ ഒരു മുട്ട അത് സ്ഥാപിച്ച് ഇവിടേക്ക് വിട്ടതായിരിക്കും. അല്ലെങ്കിൽ ആ മുട്ടയോടൊപ്പം തന്നെ ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ സ്കിന്നിന്റെ അകത്തേക്ക് അവന്റെ കൈ കടത്തിവിടും. അത് ഫ്രഷ് ആണെന്ന് അതിനുള്ളിലുള്ള ലൂബ് തൊട്ട് നോക്കുമ്പോൾ അവന് മനസ്സിലാവും. അവർ ചുറ്റും നോക്കും, പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയില്ല. ബൊൽമയാണെങ്കിൽ അവിടുന്ന് പോകാനായിട്ട് തയ്യാറെടുക്കും. നിങ്ങൾ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്കല്ലേ പോകുന്നത്, ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം, നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം, നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കടന്നു പോവാണ്. അതിനുശേഷം സൂപ്പർ ഹീറോ ബോയും ഗോഹാനും അവർ രണ്ടുപേരും ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ വീട് ലക്ഷ്യമാക്കി അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. ഗോഹാനാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, നിങ്ങൾ വരുന്നതിലും 1 വർഷം മുൻപ് ആ ഒരു പേടകം അതിവിടേക്ക് എത്തിയിട്ടുണ്ട്. ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ 4 വർഷം അതിവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ആ ഷെല്ലിന്റെ അകത്ത് എന്താ ഇവിടെ നടക്കണേ? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ റോബോട്ട്സുകളെ കാണിക്കും. ആ നമ്പർ 18 പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് വന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുകയാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ അവിടെയുള്ള ഡ്രസ്സുകളിൽ പൂർണ്ണമായിട്ട് ഇഷ്ടം തോന്നില്ല. ഓ നോ, എനിക്ക് ഈ ഡ്രസ്സുകളൊന്നും അത്ര ഇങ്ങോട്ടേക്ക് ഇഷ്ടമായില്ല, ഇതിലും ബെസ്റ്റ് ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലേ? അതിനെ ഷോപ്പ് കീപ്പർ പറയും, ഇവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് അതിതാണ്, നിങ്ങളിത് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അവനാണെങ്കിൽ മനസ്സോടുകൂടെ ആ ഡ്രസ്സ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അവനാണെങ്കിൽ ക്യാഷിന് വേണ്ടി പിന്നാലെ പോവും. അവൾ ടെററായിട്ട് അവനെ നോക്കി ഭയപ്പെടുത്തി അവിടുന്ന് വാനിൽ കയറി കടന്നു പോവും. കീപ്പർ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ പോലീസിനെ വിളിച്ച ആ കാര്യം അറിയിക്കും. ഇവിടെ ആ ഒരു റോബോട്ടുകളുടെ വാഹനത്തിന് പിന്നാലെ ഒരുപാട് പോലീസ് വണ്ടികൾ അങ്ങനെ ചേറിപ്പാഞ്ഞ് കടന്നു വരികയാണ്. കൺട്രോൾ പോയ നമ്മുടെ നമ്പർ 18 പെണ്ണ് അവൾ അങ്ങനെ പുറത്തേക്ക് ചാടി വന്ന് അതിലാദ്യത്തെ ആ പോലീസ് പേടകത്തിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. അത് തകർന്ന് തരിപ്പണമാവുന്ന അടുത്ത നിമിഷം തന്നെ ബാക്കിയുള്ള 2 പേടകത്തിലേക്കും അവൾ കൈ നീട്ടി ആഞ്ഞടിച്ച് അതും തകർത്തില്ലാതാക്കും. കട്ട് ചെയ്താൽ വീണ്ടും ഇവിടെ ബൊൽമയെ കാണിക്കും. ബൊൽമയാണെങ്കിൽ ഇപ്പൊ പേടകത്തിലുള്ള ന്യൂസ് അത് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയാണ്. അതിൽ ന്യൂസിലാണെങ്കിൽ റിപ്പോർട്ടർ ജിഞ്ചർ ടൗണിലുള്ള ജനങ്ങളെ കാണാനില്ല എന്നായിരിക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യുക. അവളാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ആ പേടകം ഉണ്ടായിരുന്നതിന്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് ജിഞ്ചർ ഗ്രാമം. അവിടെയുള്ള ജനങ്ങളെയാണ് ഇപ്പൊ കാണാതായിരിക്കുന്നത്. ടിമ്മയാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഷോക്കായി ഇപ്പോ മൊട്ടപ്പനെ ടീമിനെ കോണ്ടാക്ട് ചെയ്യും. അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യും. ബൊൽമയാണെങ്കിൽ ജിഞ്ചർ ടൗണിൽ നടന്ന കാര്യം അവരോട് പറയും. അതിനുശേഷം ന്യൂസ് കാണാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ ന്യൂസ് ഓൺ ചെയ്യും. അതിൽ ജിഞ്ചർ ടൗണിലുള്ള ജനങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ റിപ്പോർട്ടർ വിശദമായിട്ട് പറയുന്നത് അവർ ശ്രദ്ധാപൂർവ്വം കേൾക്കും. റിപ്പോർട്ടർ ആണെങ്കിൽ അവിടെ നടക്കുന്ന ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന 15,000 ജനങ്ങളെയാണ് ഇപ്പൊ മിസ്സായിരിക്കുന്നത്. ഇവിടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളും ഡ്രസ്സും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഇവിടെ കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല ചില ഗണ്ണുകളും വെപ്പൻസും കൂടെ ഇവിടെ കാണാൻ കഴിഞ്ഞു. ജനങ്ങള് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചവരെ ഈ വെപ്പൻസ് ഉപയോഗിച്ച് നേരിടാൻ ശ്രമിച്ചുവെന്നാണ് കരുതുന്നത്. എന്തായാലും ഇത് വലിയൊരു ആപത്താണ്. എത്രയും വേഗം ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തണം. ആൾക്കാരാണെങ്കിൽ ആ ന്യൂസ് റിപ്പോർട്ട് കണ്ട് കൂടുതൽ ഷോക്കാവുകയാണ്. ആ സമയം ബുൽമയാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് ചില കാര്യങ്ങൾ അറിയിക്കും.
ഗൊഹാനും മകൻ സൂപ്പർ ഹീറോ പയ്യനും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. അവർ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ റോബോട്ട്സ് അല്ല ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. അവളത് പറഞ്ഞു തീർക്കേണ്ട താമസം ഗൊഹാൻ അവനാണെങ്കിൽ ഇപ്പൊ വീടിന് മുൻപിലേക്ക് വന്ന് ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കടന്നു വരും. എല്ലാവരും ആ ന്യൂസ് റിപ്പോർട്ട് കണ്ട് ഷോക്കായി നിൽക്കുന്നത് കണ്ട് ഗൊഹാനും ആ ന്യൂസ് ശ്രദ്ധിക്കും. റിപ്പോർട്ടർ ആണെങ്കിൽ ഇപ്പോൾ അടുത്ത് നടക്കുന്ന ഒരു ബുള്ളറ്റ് സൗണ്ടിനെ കുറിച്ച് ജനങ്ങളോട് പറയും. അവിടെ അടുത്തായിട്ട് എന്തോ വാർ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിലൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ ചാനൽ അങ്ങനെ കട്ടാവുകയാണ്. അതേസമയം ഇവിടെ പിക്കലോ ആണെങ്കിൽ കാമയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ എന്തോ ഒന്ന് കണ്ടു എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അതെന്താണെന്ന് തുറഞ്ഞു പറഞ്ഞേ പറ്റൂ. യഥാർത്ഥ വില്ലൻ അവൻ ആരാണ്? കാമയ്ക്കാണെങ്കിൽ എന്തുത്തരം പറയണമെന്നറിയാതെ ആളങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ടിവിയുടെ ചാനൽസ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചാനലിലാണെങ്കിൽ ഒരുപാട് പേര് തകർന്നു വീഴുന്നതായിട്ട് കാണിക്കും. ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോയി അവൻ കാമയോട് ദേഷ്യപ്പെടുകയാണ്. അതിന് കാമി പറയും, ഞാൻ എൻ്റെ പവർ നിനക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിനക്ക് തന്നെ അവിടെ നടക്കുന്ന എന്താണെന്ന് നേരിട്ട് കാണാൻ പറ്റും. തന്നെ ഓൾറെഡി ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിക്കലോ ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ഓ ഇപ്പോഴാണോ നിനക്ക് ഈ ബോധം ഉദിച്ചത്? എത്രയും വേഗം നിന്റെ പവർ എനിക്ക് താ. പക്ഷെ ഒരു കാര്യം, ഞാനായിരിക്കും നമ്മുടെ പവറിനെ കൺട്രോൾ ചെയ്യുക, കമാൻഡ് ചെയ്യുക. അതിന് കാമയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. നീ യങ്ങാണ്, സോ നിന്നെ കൊണ്ട് അതിന് കഴിയും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നീ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിക്കലോ ആണെങ്കിൽ അതിന് മറുപടി പറയാതെ ഇപ്പോൾ രണ്ടുപേരും കമ്പൈൻ ആവാനായിട്ട് തുടങ്ങുകയാണ്. ആണെങ്കിൽ പിക്കലോയോട് അവന്റെ കൈയെടുത്ത് തന്റെ ദേഹത്ത് വെക്കാനായിട്ട് ആവശ്യപ്പെടും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യും, കാമേ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത്. പക്ഷെ കാമയാണെങ്കിൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ തയ്യാറാവില്ല. നീ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആവാൻ കഴിയില്ല. ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല. പിക്കലോയ്ക്ക് മാത്രമേ എൻ്റെ പവർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. സോ മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പറഞ്ഞ് കാമയാണെങ്കിൽ അവൻ്റെ പവർ അത് പിക്കലോയ്ക്ക് കൊടുക്കുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഉച്ചത്തിൽ പൊട്ടിക്കരയും. കംപ്ലീറ്റ് ആയിട്ട് കമ്പൈനായ ആ ഒരു കാമയെ കണ്ട് ഇപ്പോൾ ബ്ലാക്ക് മാൻ ആണെങ്കിൽ കാമയെന്ന് വിളിക്കും. അതിനാൽ നമുക്ക് ഞാൻ ദേഷ്യപ്പെട്ട് പറയും, ഞാനിപ്പോൾ പിക്കലോയോ അല്ല കാമയോ അല്ല. വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ പേരും ഐഡന്റിറ്റിയും മറന്നുപോയ വെറും ഒരു നമക്കിയൻ മാത്രമാണ്. എനിക്ക് പോകാൻ സമയമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പറന്നു പോകും. ദൂരത്തായിട്ട് ക്യാറ്റ് അവനതെല്ലാം കണ്ടു നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സൂപ്പർ ഹീറോ പയ്യൻ അവൻ ആ ന്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ജനങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തണം. ആ ഒരു മൊട്ടയിൽ നിന്ന് എന്താണ് പുറത്തു നിന്നെന്ന് കണ്ടെത്തി അവരെ ഇല്ലാതാക്കണം. എനിക്കത് ചെയ്തേ പറ്റുമെന്ന് പറയും. ഗൊഹാനാണെങ്കിൽ ഒപ്പം പോകാൻ തയ്യാറെടുക്കും. അതുകൊണ്ട് ചീച്ചയാണെങ്കിൽ ദേഷ്യപ്പെടും, നീ ഇത് കാണുന്നില്ലേ പപ്പ? ഗോകുവിന്റെ അവസ്ഥ, ആള് തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ഇപ്പൊ നിന്നെ ഒറ്റയ്ക്ക് ഞാൻ ആരുടെയും കൂടെ അയക്കില്ല, നീ ഇവിടുന്ന് പോകാൻ പാടില്ല. ഞാൻ സൂപ്പർ ഹീറോ പയ്യൻ പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ തനിച്ച് അവിടേക്ക് പോയിക്കോളാം. നിങ്ങൾ ആ റോബോട്ട്സിനെ അവറ്റകളെ ശ്രദ്ധിക്കണം. നമ്മുടെ ആൾക്കാരെല്ലാവരും അവന് വാണിംഗ് കൊടുക്കും, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവിടേക്ക് പോകുമ്പോൾ അവിടെ എന്ത് വേണമെങ്കിലും നടക്കാം. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ എത്രയും വേഗം നീ തിരികെ എത്തണം. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ആ റോബോട്ട്സുകളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതിന് അവൻ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നുപോകും. കട്ട് ചെയ്ത ആ ജിഞ്ചർ സിറ്റി കാണിക്കും. അവിടേക്കിപ്പോൾ പിക്കലോ എത്തിയിരിക്കുകയാണ്. സിറ്റി മുഴുവൻ ഒരുപാട് ആൾക്കാരുടെ ഡ്രസ്സുകളും കമ്മോഡിറ്റീസ് എല്ലാം തന്നെ ചെതറിക്കിടക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കും, ആരോ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഹ്യൂമൻസിനെ വലിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഭാഗത്തേക്ക് ചെവി ഓർക്കും. അടുത്ത നിമിഷം ഒരു കൊട അവിടേക്ക് പറന്നു വരും. അവനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മോൺസ്റ്റർ രൂപം പിക്കലോയ്ക്ക് അടുത്തേക്ക് വരികയാണ്. ചിലവാണെങ്കിൽ ആ ഒരു രൂപം കണ്ട് ടെൻഷൻ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.